മജ്മുനികായ 150 നഗരവിന്ദീയ സൂത്ത്. നഗരവിന്ദ എന്ന ഗ്രാമത്തിൽ ഭഗവാൻ കൊടുത്തുള്ള ഉപദേശമാണ് ഇത്. അതായത് നമ്മൾ ഏത് ധർമ്മത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ശരി, അവരെ ബഹുമാനിക്കണോ വേണ്ടയോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മളുടെ സ്വഭാവം ശരിയല്ല, അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഒരു സന്യാസിയെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. എന്നാൽ നമ്മളെക്കാളും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ബഹുമാനിക്കണം. അപ്പോൾ ഏതാണ് നല്ല സ്വഭാവം എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കോശലന്മാരുടെ രാജ്യത്ത് ഒരുപാട് ഭിക്ഷുസംഘവും ഒരുമിച്ച് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം കോശല ബ്രാഹ്മണന്മാരുടെ ഗ്രാമമായിട്ടുള്ള നഗരവിന്ദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നഗരവിന്ദ എന്ന ഗ്രാമത്തിലുള്ള ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഇങ്ങനെ കേട്ടു, ശാക്യപുത്രനായിട്ടുള്ള ശ്രമണ ഗൗതമൻ അദ്ദേഹം ശാക്യകുലത്തിൽ നിന്നാണ് പ്രവചിതനായത് അല്ലെങ്കിൽ സന്യാസിയായത്. കോസലന്മാരുടെ രാജ്യത്ത് ചാരിക ചെയ്തുകൊണ്ട് അദ്ദേഹം നഗരവിന്ദ എന്ന കോസലത്തിലെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ധാരാളം ഭിക്ഷുസംഘവും ഉണ്ട്. ആ ഗൗതമ ശാസ്താവിനെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ നല്ലൊരു കീർത്തി ശബ്ദം പരന്നിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, ശരിയായിട്ടുള്ള വഴിക്ക് പോകുന്ന വ്യക്തിയാണ്, എല്ലാ ലോകങ്ങളെയും അറിയുന്ന വ്യക്തിയാണ്, അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവരെ ശരിയായിട്ട് അഭ്യസിപ്പിക്കുന്ന വ്യക്തിയാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും ശ്രമണ ബ്രാഹ്മണന്മാരെയും പ്രജകളെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ അദ്ദേഹം ബാക്കിയുള്ളവർക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുന്ന ധർമ്മം ആദിയിൽ മംഗളം ചെയ്യുന്നതാണ്, മധ്യത്തിലും മംഗളം ചെയ്യുന്നതാണ്, അന്ത്യത്തിലും മംഗളം ചെയ്യുന്നതാണ്, അർത്ഥവത്താണ്, ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കേവലം പരിശുദ്ധവും പരിപൂർണമായിട്ടുള്ള ബ്രഹ്മചര്യമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള അർഹന്തന്മാരെ കാണുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നഗരവിന്ദ ഗ്രാമത്തിലുള്ള ആ ഗൃഹസ്ഥന്മാരും ബ്രാഹ്മണന്മാരും ഭഗവാന്റെ അടുത്ത് പോയി. ഒരു വശത്ത് ഇരിക്കുന്നതിന് മുമ്പ് ചിലർ അദ്ദേഹത്തെ വന്ദിച്ചു, ചിലർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു, കുശല പ്രശ്നങ്ങൾ ചെയ്തു, ചിലർ തങ്ങളുടെ കൈകൾ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന് നേരെ നോക്കി, ചിലർ അവരുടെ പേരും കുലവും പറഞ്ഞു. എന്നാൽ ചിലർ മൗനമായിട്ട് ഇരുന്നു. ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹസ്ഥന്മാരെ, അന്യസമ്പ്രദായത്തിലുള്ള പരിവ്രാജകർ അല്ലെങ്കിൽ സന്യാസിമാർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർക്കാണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്, ആരാധിക്കേണ്ടത്, പൂജിക്കേണ്ടത്, വന്ദിക്കേണ്ടത്? ശ്രമണൻ എന്ന് പറയുമ്പോൾ ശ്രമം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയാം. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ പാതയിലൂടെ പോകുന്ന വ്യക്തി, ആ വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് അന്യമതത്തിലെ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഈ രീതിയിൽ ഉത്തരം കൊടുക്കണം. അത്തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർ ഉണ്ട്. അവർ ചക്ഷുവിനൽ രൂപം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർക്ക് രാഗമുണ്ട്, ദ്വേഷമുണ്ട്, മോഹമുണ്ട്. അവരുടെ ഉള്ളിൽ ശാന്തി ഇല്ല. അവരുടെ വാണി, ശരീരം, മനസ്സുകൊണ്ടുള്ള പെരുമാറ്റം സമമല്ല, അതായത് വിഷമമാണ്. ചില സമയത്ത് അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് പ്രതികരിക്കുക. അത്തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കരുത്, ആരാധന കൊടുക്കരുത്, പൂജിക്കരുത്, വന്ദിക്കരുത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ നമ്മൾ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് അതിൽ നമ്മുടെ രാഗം മാറിയിട്ടില്ല, ദ്വേഷം മാറിയിട്ടില്ല, മോഹം മാറിയിട്ടില്ല, നമ്മുടെ ഉള്ള് ശാന്തമല്ല. അതുകൂടാതെ നമ്മുടെ മനസ്സ്, വാണി, കർമ്മം, ഇവിടെ പെരുമാറ്റം ശരിയല്ല. അപ്പോൾ ആ സന്യാസിമാർക്കും നമ്മളുടെ ഇതേ സ്വഭാവം തന്നെയാണ്. നമ്മളെക്കാളും നല്ല സ്വഭാവം അവർക്ക് ഇല്ല. അതിനാൽ അത്തരക്കാരെ നമ്മൾക്ക് ബഹുമാനിക്കേണ്ട, ആരാധിക്കേണ്ട, പൂജിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അതുപോലെ തന്നെയാണ് ബാക്കി ഇന്ദ്രിയങ്ങളിലുള്ള കാര്യങ്ങളും. ചില ശ്രമണ ബ്രാഹ്മണന്മാർ കാതിൽ കേൾക്കുന്ന ശബ്ദം മൂലം അവർക്ക് രാഗമുണ്ട്, ദ്വേഷമുണ്ട്, മോഹമുണ്ട്, അവരുടെ മനസ്സ് ശാന്തമല്ല, അവരുടെ വാണി, ശരീരം, കർമ്മം കൊണ്ടുള്ള പെരുമാറ്റം സമമല്ല. അപ്പോൾ അത്തരക്കാർക്ക് നമ്മൾ ബഹുമാനം, ആരാധന, പൂജ തുടങ്ങിയവ കൊടുക്കേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും. മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം, നാവിനാൽ അറിയപ്പെടുന്ന രുചി, ശരീരത്താൽ അറിയപ്പെടുന്ന സ്പർശം, മനസ്സിനാൽ അറിയപ്പെടുന്ന ധർമ്മം,
ആ ധർമ്മത്തിൽ അവർക്ക് രാഗം പോയിട്ടില്ല, ദ്വേഷം പോയിട്ടില്ല, മോഹം പോയിട്ടില്ല, അവരുടെ ഉള്ള ശാന്തമല്ല, അവരുടെ ശരീരം, വാണി, മനസ്സ് കൊണ്ടുള്ള കർമ്മം സമമല്ല. അതിനാൽ അവർ പൂജയ്ക്ക്, ആരാധനയ്ക്ക്, ബഹുമാനത്തിന് അർഹരല്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ നമ്മളുടെ തന്നെ മനസ്സിൽ ഏതെങ്കിലും ധർമ്മങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ രാഗമുണ്ടാകുന്നു, ദ്വേഷമുണ്ടാകുന്നു, മോഹമുണ്ടാകുന്നു. അതിൽ നമ്മൾ മുക്തരല്ല. നമ്മുടെ മനസ്സ് ശാന്തമല്ല. അതുകൂടാതെ നമ്മളുടെ തന്നെ വാണി, ശരീരം, മനസ്സ് കൊണ്ടുള്ള കർമ്മം സമമല്ല. അപ്പോൾ ആ ശ്രമണ ബ്രാഹ്മണന്മാർ നമ്മളെക്കാളും ഉയർന്ന സ്വഭാവമുള്ളവരല്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്, വന്ദിക്കുന്നത്? അതുകൊണ്ടാണ് അത്തരക്കാരെ ഞങ്ങൾ ആരാധിക്കാതിരിക്കുന്നത്, ബഹുമാനിക്കാതിരിക്കുന്നത്, വന്ദിക്കാതിരിക്കുന്നത് എന്ന് നിങ്ങൾ അവർക്ക് ഉത്തരം കൊടുക്കണം. അതിനാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യക്തി യുക്തിവാദിയായിക്കോട്ടെ അല്ലെങ്കിൽ ഈശ്വരവാദിയായിക്കോട്ടെ, ആ വ്യക്തി ആടുകളെ, മാടുകളെ, കോഴികളെ ഇവയെല്ലാം കൊല്ലുകയാണ്. അതായത് ശരീരം കൊണ്ട് ആ വ്യക്തി വിഷമമായിട്ടുള്ള കർമ്മം ചെയ്യുകയാണ്, അകുശലമായിട്ടുള്ള ധർമ്മം ചെയ്യുകയാണ്. മനസ്സിൽ മറ്റുള്ളവരെ പറ്റി ദ്വേഷമുണ്ടാകുകയാണ്, രാഗമുണ്ടാകുകയാണ്, മോഹമുണ്ടാകുകയാണ്. അവരുടെ ഉള്ളിൽ ഒട്ടും തന്നെ ശാന്തമല്ല. അങ്ങനെയുള്ള ആൾക്കാർ, അവർ ഏതു മതത്തിലുള്ള ആൾക്കാരായാലും ശരി, നമ്മളവരെ ബഹുമാനിക്കരുത്. അതാണ് ഭഗവാൻ ഇവിടെ പ്രത്യേകം പറയുന്നത്. ഗൃഹസ്ഥന്മാരെ, അന്യസമ്പ്രദായത്തിലുള്ള പ്രവാചകന്മാർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർക്കാണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്, ആരാധന കൊടുക്കേണ്ടത്, പൂജിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ അവർക്ക് ഈ രീതിയിൽ ഉത്തരം കൊടുക്കണം. കണ്ണിനാൽ രൂപം കാണപ്പെടുന്ന സമയത്ത് അതിൽ രാഗമില്ലാത്ത, ദ്വേഷമില്ലാത്ത, മോഹമില്ലാത്ത ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവരുടെ ഉള്ള് ശാന്തമാണ്. അവർ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും സമമായിട്ടുള്ള കർമ്മമാണ് ചെയ്യുന്നത്. അത്തരം ശ്രമണ ബ്രാഹ്മണന്മാർക്കാണ് ആരാധന, പൂജ, വന്ദന, ബഹുമാനം ഇവ കൊടുക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ചക്ഷുവിനാൽ രൂപം കാണുന്ന സമയത്ത് നമ്മൾക്ക് രാഗമില്ലായ്മയോ ദ്വേഷമില്ലായ്മയോ മോഹമില്ലായ്മയോ ഉണ്ടാകുന്നില്ല. നമ്മുടെ ചിത്തം ശാന്തമല്ല, നമ്മുടെ മനസ്സ് ശാന്തമല്ല, നമ്മുടെ വാണി, ശരീരം, മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങൾ സമമല്ല. എന്നാൽ ഈ ശ്രമണ ബ്രാഹ്മണന്മാർക്ക് നമ്മളെക്കാളും നല്ല ഗുണമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സത്കരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണണം. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ കാതിനാൽ ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കിനാൽ ഗന്ധം ശ്വസിക്കുന്ന സമയത്ത്, നാവിനാൽ രുചിക്കുന്ന സമയത്ത്, ശരീരത്താൽ സ്പർശിക്കുന്ന സമയത്ത്, മനസ്സാൽ ധർമ്മത്തെ അറിയുന്ന സമയത്ത് അവർക്ക് അതിൽ രാഗമുണ്ടാകുന്നില്ല, ദ്വേഷമുണ്ടാകുന്നില്ല, മോഹമുണ്ടാകുന്നില്ല. അവരുടെ ഉള്ള് ശാന്തമാണ്. അവരുടെ ശരീരം, മനസ്സ്, വാണി കൊണ്ടുള്ള കർമ്മങ്ങൾ സമമാണ്. അതുകൊണ്ടാണ് അത്തരം ശ്രമണ ബ്രാഹ്മണന്മാർ നമ്മുടെ ബഹുമാനത്തിനും ആരാധനയ്ക്കും പൂജയ്ക്കും യോഗ്യരായിട്ട് തീരുന്നത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ധർമ്മത്തിനാൽ അല്ലെങ്കിൽ ചിന്തയാൽ അതിൽ രാഗമില്ലാതിരിക്കുന്നില്ല, ദ്വേഷമില്ലാതിരിക്കുന്നില്ല, മോഹമില്ലാതിരിക്കുന്നില്ല. നമ്മുടെ മനസ്സ് ശാന്തവുമല്ല. നമ്മുടെ ശരീരം, വാണി, മനസ്സുകൊണ്ടുള്ള കർമ്മം സമമല്ല. എന്നാൽ ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർക്ക് ഇതൊന്നും തന്നെ ഇല്ലയോ, അവരെ നമ്മൾ തീർച്ചയായിട്ടും പൂജിക്കേണ്ടതാണ്, ആരാധിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. മറ്റുള്ള സമ്പ്രദായത്തിലെ ശ്രമണ ബ്രാഹ്മണന്മാർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്രകാരം ഉത്തരം കൊടുക്കണം. ഗൃഹസ്ഥന്മാരെ, മറ്റുള്ള സമ്പ്രദായത്തിലെ പരിവ്രാജകർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ ശ്രമണ ബ്രാഹ്മണന്മാർ, അവർക്ക് രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, അല്ലെങ്കിൽ ഇല്ലാതാകാൻ അവർ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നു. പക്ഷേ അതിനുള്ള തെളിവെന്താണ്? അതിനുള്ള കാരണം എന്താണ്? ഈ ആയുഷ്മാന്മാർ അവർക്ക് രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, അല്ലെങ്കിൽ അത് അഭ്യസിക്കുകയാണ് എന്ന് നിങ്ങൾ പറയാനുണ്ടായിട്ടുള്ള തെളിവെന്താണ്? കാരണമെന്താണ്? അപ്പോൾ നിങ്ങൾ അവരോട് ഈ രീതിയിൽ ഉത്തരം പറയണം. എന്തെന്നാൽ ഈ ആയുഷ്മാന്മാർ നിർജ്ജന സ്ഥലത്തേക്കാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വനത്തിലും അതേപോലെ തന്നെ അരണ്യത്തിലുമാണ് താമസിക്കുന്നത്. അവിടെ കണ്ണിനാൽ ഏതെങ്കിലും രൂപത്തെ കണ്ട് ആസ്വദിക്കേണ്ട രൂപം അവിടെയില്ല. കാതിനാൽ കേൾക്കുന്ന ശബ്ദം ആസ്വദിക്കാനുള്ള ശബ്ദവും അവിടെയില്ല. മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം ആസ്വദിക്കാനുള്ള ഗന്ധവും അവിടെയില്ല. നാവിനാൽ രുചിക്കപ്പെടുന്ന രസം ആസ്വദിക്കാനുള്ള രസവും അവിടെയില്ല. ശരീരത്താൽ അനുഭവിക്കപ്പെടുന്ന സ്പർശം ആസ്വദിക്കാനുള്ള സ്പർശവും അവിടെയില്ല. എന്നാൽ തീർച്ചയായിട്ടും ഈ ആയുഷ്മാന്മാർ രാഗമില്ലാത്തവരാണ്,
ദ്വേഷമില്ലാത്തവരാണ്, മോഹമില്ലാത്തവരാണ്, അതല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള അഭ്യാസം ചെയ്യുന്നവരാണ് എന്ന് ആ ആയുഷ്മാന്മാരെ പറ്റി നമ്മൾക്ക് കരുതാവുന്നതാണ്. ഇതാണ് അതിനുള്ള തെളിവ്, ഇതാണ് അതിനുള്ള കാരണം. അതായത് ഈ തരത്തിലുള്ള ആയുഷ്മാന്മാർ വനത്തിൽ പോവുകയാണ്, നിർജ്ജന സ്ഥലത്ത് പോവുകയാണ്, അരണ്യത്തിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് കണ്ണുകൊണ്ട് പ്രിയപ്പെട്ട രൂപം കാണാനോ, മൂക്കുകൊണ്ട് പ്രിയപ്പെട്ട ഗന്ധം ശ്വസിക്കാനോ, നാവുകൊണ്ട് പ്രിയപ്പെട്ട രസം സ്പർശിക്കാനോ, കാതുകൊണ്ട് പ്രിയപ്പെട്ട ശബ്ദത്തെ ശ്രവിക്കാനോ, അല്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രിയപ്പെട്ട സ്പർശത്തെ അനുഭവിക്കാനോ അതിനെ ആസ്വദിക്കാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ രാഗം, ദ്വേഷം, മോഹം ഇവയെല്ലാം പോയി എന്ന് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നഗരവിന്ദ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: അഭിക്കന്തംബോ ഗൗതമ, അഭിക്കന്തംബോ ഗൗതമ. വളരെ നന്നായി ഗൗതമശാസ്ത്ര, വളരെ നന്നായി. കമിഴ്ന്നു കിടന്നതിനെ നിവർത്തി വയ്ക്കുന്നത് പോലെ, മറഞ്ഞു കിടക്കുന്നതിനെ പ്രകടമാക്കുന്നത് പോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, ഇരുട്ടിൽ ദീപം തെളിയിക്കുന്നത് പോലെ. അതുകൊണ്ട് കണ്ണുകൾ ഉള്ളവർക്ക് അവിടെ എന്താണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് ശരിയായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഗൗതമശാസ്ത്ര അനേക പര്യായത്താൽ ധർമ്മത്തെ വളരെ വിശദമാക്കി പറഞ്ഞു തന്നു. ഞങ്ങൾ ഭഗവാനിലും ധർമ്മത്തിലും സംഘത്തിലും ശരണം തേടുന്നു. ഇന്നു മുതൽ എന്നുവരെ ഞങ്ങളുടെ ശരീരത്തിൽ പ്രാണനുണ്ടോ അതുവരെ ഞങ്ങൾ ഗൗതമശാസ്താവിൻ്റെ ഉപാസകരായിട്ടിരിക്കും. അതുവരെ ദയവ് ചെയ്ത് ഞങ്ങളെ അങ്ങയുടെ ഉപാസകരായിട്ട് അങ്ങ് ഓർമ്മിച്ചാലും. നഗരവിന്ദയെ സുത്തം നിഷ്ഠിതം. ഇന്ന് പല സമ്പ്രദായത്തിലും ഒരുപാട് ഇതേപോലുള്ള പരിവ്രാജകന്മാരുണ്ട്, അല്ലെങ്കിൽ ധർമ്മഗുരുക്കന്മാരുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർ നല്ലവരോ ചീത്തയോ എന്ന് അറിയാനുള്ള ശേഷി പോലും നഷ്ടമായിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഏതെങ്കിലും വ്യക്തി ആടുകളെ കൊല്ലുന്നു, മാടുകളെ കൊല്ലുന്നു, പക്ഷികളെ കൊല്ലുന്നു, കോഴികളെ കൊല്ലുന്നു, അത് കൊല്ലലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ വ്യക്തി എങ്ങനെയാണ് നമ്മളെക്കാൾ നല്ലവനാകുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളിൽ മറ്റുള്ളവരെ കൊല്ലണമെന്നുള്ള ആഗ്രഹമുണ്ട്, ദ്വേഷമുണ്ട്, രാഗമുണ്ട്, മോഹമുണ്ട്, അവരുടെ ഉള്ളിൽ ശാന്തമല്ല, എല്ലാ സമയത്തും ബാക്കിയുള്ളവരെ കൊല്ലണം, പിരിപ്പിക്കണം എന്ന് പറയുന്ന ചിന്ത കൊണ്ട് നടക്കുന്നവർ അവരെങ്ങനെയാണ് നല്ലവരാകുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. കുറച്ച് സമയത്തേക്ക് പുണ്യവതനത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.